എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ നമ്മുടെ വീടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് റെൻറ്റിനാണ്. അപ്പോൾ നമ്മൾ റെൻറ്റിന് എടുത്ത സമയത്ത് അവർ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് തന്നത്. പക്ഷേ അതിനുശേഷം വീട് ആകെ മോശമായി. മോള് അവിടെ ഇവിടെയൊക്കെ പോയി കുത്തി വരയ്ക്കുകയും, പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവർ കൈകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കും, അവിടെ കഴുക്കാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട് മൊത്തത്തിലൊന്നും മങ്ങി. അപ്പോൾ വീട് കാണാനായിട്ട് ലുക്ക് വരുന്നത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ച് വെക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത്ര ഭംഗി തോന്നില്ല, മുഷിന് ആകെ മോശമായിട്ടുള്ളൊരു പെയിൻ്റ് ആണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്ററെ വിളിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റണം, ആകെ ഒരു ബുദ്ധിമുട്ടല്ലേ. മാത്രമല്ല പൈസയും കൂടുതൽ ചിലവാകും. അപ്പോൾ ഒന്ന് ഓർത്തു നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പെയിൻറ്റ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ള പെയിൻറ്റിൻ്റെ കളറിന് മാച്ച് ചെയ്ത കളർ അവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പുതിയ കളറൊന്നും അടിച്ചില്ല, ഉള്ള കളർ തന്നെ മാച്ച് ആയിട്ടുള്ള സെയിം കളറ് പെയിൻറ്റ് കടയിൽ പോയിട്ട് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമുക്ക് കുറേ കളർ ചോയ്സൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പം ഞങ്ങൾ 5 ലിറ്റർ പെയിൻറ്റാണ് ടോട്ടൽ വാങ്ങിച്ചത് വീട് മൊത്തം പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും മതിയാകുമെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും തന്നെ മതിയായി, കൂടുതലൊന്നും ആവശ്യം വന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ആ പെയിൻറ്റിൻ്റെ ബോട്ടിൽ തുറന്ന ശേഷം നന്നായിട്ട് പെയിൻറ്റ് ഒരു കോല് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഒരു കോല് വെച്ച് നന്നായിട്ട് ആ പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ വലിയൊരു ബോട്ടിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് വെച്ചിട്ട് വേണം നമ്മളിതിൽ വെള്ളം ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കണം. അപ്പോൾ നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്, വെള്ളം ചേർത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ ചെറിയ ബോട്ടിൽ അളന്നെടുത്തിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ 1 ലിറ്റർ പെയിൻറ്റിന് ഒരു 1/4 ലിറ്റർ വെള്ളം ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ ഇരിക്കും, എന്നാൽ ഭയങ്കര കട്ടിയുമായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിക്കാനും കുറച്ചും കൂടി സുഖമാണ്. അപ്പോൾ അങ്ങനെ അളന്ന് പെയിൻറ്റൊക്കെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം റോളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് മൊത്തം പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ റോളർ എടുക്കാൻ പറ്റുന്ന, റോളർ മുക്കാൻ പറ്റുന്ന ഒരു ബോക്സിലേക്ക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് റോളർ അതിൻ്റെ ഉള്ളിൽ മുക്കിയിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് മൊത്തം വീട് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 3-4 മുറി ഒരു ദിവസം തന്നെ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണെങ്കിൽ റോളറാണ് നല്ലത്. അല്ലാതെ ഒരു ദിവസം ഒരു മുറി, പിറ്റേ ദിവസം വേറെ മുറി, അതിൻ്റെ പിറ്റേ ദിവസം വേറെ മുറി, അങ്ങനെ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി പണം ലാഭിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് റോളർ വെച്ച് നമ്മൾ വീട് പെയിൻറ്റ് അടിക്കുവാണെങ്കിൽ പെയിൻറ്റ് കൂടുതൽ ചിലവാകുന്നു. അപ്പോൾ പെയിൻറ്റ് കൂടുതൽ ചിലവാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും ഈ റോളർ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പെയിൻറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം റോളർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീട് മൊത്തത്തിൽ ഒരു 1-2 ദിവസം കൊണ്ട് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് റോളർ നഷ്ടമില്ല. പിന്നെ തുടക്കക്കാർക്ക് ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബ്രഷിൻ്റെ പാടൊക്കെ നമ്മുടെ മതിലിലോ ഭിത്തിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോളർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീടിൻ്റെ ആ ഒരു അവസ്ഥ. ജനലിൻ്റെ സൈഡിലും എല്ലായിടത്തും കുറേ ക്രയോണൊക്കെ വെച്ച് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞങ്ങൾ കട്ടിലുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുറികളിൽ നിന്നൊക്കെ നീക്കി ഹാളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹാളിൽ നടുക്ക് ഭാഗത്തായിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ സൈഡിലെ ഭിത്തികളൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു 6 മോഷനിൽ പെയിൻറ്റിൻ്റെ ആ റോളർ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെയിൻറ്റ് അടിച്ചെടുക്കാൻ പറ്റും. ആണുങ്ങളുടെ സഹായമൊന്നും വേണമെന്നില്ല. അപ്പോൾ പക്ഷേ ഇതിൽ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചെയ്തത്. കാരണം കുറച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ മടുക്കും, നമുക്ക് ശീലമില്ലാത്ത പണിയല്ലേ. അപ്പോൾ 2 പേരും മടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങൾ ഫുള്ള് പെയിൻ്റ് അടിച്ചെടുത്തത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഡൈനിങ് ഹാളും അതുപോലെ ഡ്രോയിങ് റൂമും 2 ബെഡ്റൂമും പെയിൻ്റ് അടിച്ചെടുത്തു. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഒത്തിരി അഴുക്ക് എല്ലാ ഭാഗത്തും ഉണ്ടായില്ല. ചില ഭാഗത്തായിരുന്നു കൂടുതൽ കട്ടിയിൽ അഴുക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ളിടത്ത് കൂടുതൽ സമയം എടുത്തു. അല്ലാത്ത എടുത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. തുടക്കത്തിൽ നമ്മൾ റോളർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കത് ശീലം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അടിച്ചടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ, അതായത്
വാതിലൊക്കെ വരുന്ന ഭാഗത്ത് പെയിൻറ്റ് അടിക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം അടിക്കാനായിട്ട്. ആ ഭാഗത്തുള്ള പെയിൻറ്റിലേക്ക് നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് കയറി പോവാതിരിക്കാനായിട്ട് ഒന്ന് കെയർ ചെയ്തിട്ട് വേണം പെയിൻറ്റ് അടിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ മൊത്തം 5 ലിറ്റർ പെയിൻറ്റാണ് വാങ്ങിച്ചത്. 5 ലിറ്റർ പെയിൻറ്റിന് 1300 രൂപയാണ് ആയത്. പിന്നെ അതിൻ്റെ ആ റോളറും എല്ലാം കൂടി ഒരു 1600 1650 അത്രേ ആയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ എവിടെയെങ്കിലും എക്സ്ട്രാ പെയിൻറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കളയാനൊക്കെ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ പെയിൻറ്റ് ആയ ഉടനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ പെയിൻറ്റ് അടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വൃത്തികേടും കാര്യങ്ങളൊക്കെ പോയി വളരെയധികം ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീടൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാം. വർഷത്തിലൊരിക്കലൊക്കെ നമുക്ക് തന്നെ പെയിൻറ്റ് അടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടാം. അല്ലാതെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ 1 മുറി 2 മുറി അങ്ങനെയൊക്കെ നമുക്ക് തന്നെ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.